വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു ഗുലാബ് ജാമുൻ്റെ റെസിപ്പിയോ ആയിട്ടാണ്. നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ഒന്ന് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ആദ്യം ഞാനൊരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു കപ്പ് പാൽപ്പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഗീ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മെൽറ്റ് ചെയ്ത ബട്ടറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അധികം പ്രഷറൊന്നും കൊടുക്കാതെ സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് 1.5 ടേബിൾ സ്പൂൺ റവ ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. 1.5 ടേബിൾ സ്പൂൺ റവയ്ക്ക് 1.5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാണ് ഞാനിവിടെ സോക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 10 മിനിറ്റ് അതങ്ങനെ വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനാണ്. അതുപോലെ തന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ഒരിക്കലും അധികം പാടില്ല. അധികമായാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് വിചാരിച്ചൊരു ഷേപ്പും കിട്ടില്ല, ഡാർക്ക് കളറും ആയിരിക്കും. അപ്പം നേരത്തെ സോക്ക് ചെയ്ത റവയും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലേക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യാനുസരണം പാലും ഒഴിച്ച് നല്ലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത്യാവശ്യം നനവോട് കൂടി കുഴച്ചെടുക്കണം കേട്ടോ. ഇവിടെ നല്ല കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം. ഒരു ചെറിയൊരു ബോൾസാക്കി ഉരുട്ടിയെടുത്താൽ മതി. കാരണം നമ്മൾ സോക്ക് ചെയ്യുന്ന ഷുഗർ സിറപ്പിലൊന്ന് സോക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് വീർത്ത് വരും. നമ്മൾ ഉരുളയാക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ക്രാക്കും ഉണ്ടാവാൻ പാടില്ല. നമുക്കിനി ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം തീ കൂട്ടി വെച്ചും പിന്നെ തീ കുറച്ചും ആണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഗുലാബ് ജാമുനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു പാനിലേക്ക്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ നല്ലേക്ക് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടറാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് 2 ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നാരങ്ങയുടെ പകുതി. കുരുവൊക്കെ റിമൂവ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് തിളച്ച് വരുന്ന ഈ ഷുഗർ സിറപ്പിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബോൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് സെർവ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഗുലാബ് ജാമുൻസൊക്കെ നല്ല വീർത്ത് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കറക്റ്റ് ടിപ്സും അതുപോലെ കറക്റ്റ് മെഷർമെൻറ്റും ഫോളോ ചെയ്താൽ 100% ഷുവറാണ് അടിപൊളിയായിട്ട് നമുക്ക് ഈ ഗുലാബ് ജാമുൻസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.